നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത രാജ്യം പത്മഭൂഷണം നൽകി ആദരിച്ച വ്യക്തികളെ സംബന്ധിച്ച വാർത്തയാണ്. തലക്കെട്ട് നൽകിയിട്ടുള്ളത് എംടെക്ക് പത്മവിഭൂഷൺ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഡോക്ടർ ജോസ് ചാക്കോ, പെരിയപുരം, PR ശ്രീജേഷ്, ശോഭന എന്നിവർ പത്മഭൂഷൺ എന്ന് പറഞ്ഞുകൊണ്ട് സബ് ഹെഡിങ് കൂടി നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അന്തരിച്ച വിഖ്യാത മലയാള എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ നൽകി രാജ്യത്തിന്റെ ആദരം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ സുധാകരൻ ഇടഞ്ഞു, നേതൃമാറ്റമില്ല എന്ന് പറഞ്ഞ തലക്കെട്ടോടുകൂടി കഴിഞ്ഞ ദിവസം സുധാകരൻ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയെ സംബന്ധിച്ച വാർത്തയാണ് നൽകിയിട്ടുള്ളത്. നേതൃമാറ്റ ചർച്ചയിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ ഹൈക്കമാൻഡിനെ കടുത്ത അതൃപ്തി അറിയിച്ചതോടെ തീരുമാനത്തിൽ നിന്ന് തൽക്കാലം പിൻവലിഞ്ഞു കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, കടുവയെ പിടിക്കാൻ ശ്രമം തുടരുന്നു, വെടിവെച്ച് കൊല്ലണമെന്ന് നാട്ടുകാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വയനാട്ടിലെ കടുവയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. പിലാക്കാവ് പഞ്ചാരക്കൊല്ലി താറാട്ട് ഉന്നതിയിലെ അച്ചപ്പന്റെ ഭാര്യ രാധയെ കൊലപ്പെടുത്തിയ കടുവയെ പിടിക്കുന്നതിന് വനസേന ശ്രമം തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ പഴുതടച്ച സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പബ്ലിക് ദിന പരേഡ് നടത്തുന്ന തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ പരേഡുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, രാജ്യത്തെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് 5 കോടി കേസുകളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. രാജ്യത്തെ കോടതികളിൽ തീർപ്പ് കൽപ്പിക്കാതെ 5 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും അനന്തമായി കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ മനുഷ്യരിൽ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന്, സാമ്പത്തിക വളർച്ച യുവജനങ്ങളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതിയുടെ വാക്കുകളും വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ റിപ്പബ്ലിക്കിൻ്റെ 75 വർഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സുപ്രീം കോടതി മൗലികാവകാശം മറക്കുന്നത് ദൗർഭാഗ്യകരം എന്ന് പറഞ്ഞ ദുഷ്യന്ത് ദവെയുടെ വാക്കുകൾ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മതം പ്രചരിപ്പിക്കുകയും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പാർട്ടികൾ തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും യഥാർത്ഥ ഭീഷണിയെന്ന രാം പുനിയാനിയുടെ വാക്കുകളും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ പത്മപ്രഭയിൽ എന്ന് പറഞ്ഞുകൊണ്ട് എംടെക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. പത്മപ്രഭയിൽ എന്നതാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. PR രാജേഷ്, ജോസ് ചാക്കോ, പെരിയപുരം, ശോഭന എന്നിവർക്ക് പത്മഭൂഷൺ, IM വിജയൻ, K ഓമൻകുട്ടി എന്നിവർക്കെല്ലാം തന്നെ പത്മശ്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. എല്ലാവരുടെയും ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ചിരിയോരം എന്ന തലക്കെട്ടോടുകൂടി തന്നെ ഇരിക്കൂറിലെ കോൺഗ്രസ് മലയോര ജാഥ ഉദ്ഘാടന വേളയിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, ICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ നർമ്മം പങ്കിട്ട് പൊട്ടിച്ചിരിക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്തത് കേരള കൗമുദിയാണ്. കൗമുദിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത മുംബൈ ഭീകരാക്രമണം തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനി കനേഡിയൻ ബിസിനസ്സുകാരൻ തഹാവൂർ റാണയെ US ഉടൻ ഇന്ത്യക്ക് വിട്ടു നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 76ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിക്കാട്ടുന്ന വിവിധ തലമുറകളിൽപ്പെട്ടവർ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തലമുറയിലെപ്പെട്ടവർ കോൺസ്റ്റിറ്റ്യൂഷൻ പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് കൗമുദി വാർത്ത നൽകുന്നത്. മറ്റൊന്ന്, ADGP P വിജയൻ വിശിഷ്ട സേവാ മെഡൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത നൽകുന്നുണ്ട്. ഫയർഫോഴ്സിലെ 2 പേർക്കും ബഹുമതി, കേരളത്തിൽ നിന്ന് 23 പേർക്ക് അംഗീകാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത പത്മവിഭൂഷണുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. എംടെക്ക് രാഷ്ട്രത്തിന്റെ ആദരം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി റിപ്പബ്ലിക് ദിനത്തിലെ അതിഥിയായി എത്തിയ ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, കടുവയെ കൊല്ലാനാകില്ലെങ്കിൽ ഞങ്ങളെ വെടിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാരക്കൊലയിൽ തർക്കം, സംഘർഷം, കടുവയ്ക്കായി തിരച്ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ജനങ്ങളുടെ പ്രതിരോധമെല്ലാം തന്നെ കാണിക്കുന്ന വാർത്തയും ചിത്രങ്ങളും പങ്കുവച്ചുകൊണ്ട് വലിയ പ്രാധാന്യത്തിൽ തന്നെ കടുവയുമായി ബന്ധപ്പെട്ട വാർത്ത ജന്മഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത പത്മഭൂഷണുമായി ബന്ധപ്പെട്ട വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തിൽ എല്ലാവരുടെയും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, എഥനോൾ നിർമ്മാണ ഫാക്ടറി എതിർപ്പ് കർണാടക മന്ത്രിമാർക്ക് വേണ്ടി എന്ന MP രാജേഷിന്റെ വാക്കുകൾ വലിയ പ്രാധാന്യത്തിൽ ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. കഞ്ചിക്കോട് സ്ഥാപിക്കുന്ന എഥനോൾ നിർമ്മാണ ഫാക്ടറിക്കെതിരെ UDF രംഗത്തെത്തിയത് കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും മന്ത്രിമാർക്കും വേണ്ടിയാണെന്ന് മന്ത്രി MP രാജേഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, വന്യമൃഗാക്രമണം UDF കാലത്തും തടയാനായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വാർത്തയാണ്. UDF ഭരണകാലത്തും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാനായിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്,
NM വിജയന്റെയും മകന്റെയും മരണം IC ബാലകൃഷ്ണൻ MLA കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി. അതിനെ സംബന്ധിച്ച വാർത്തയാണ്. മറ്റൊന്ന്, സംവിധായകൻ ഷാഫിക്ക് വിട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്തരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും വിദേശാഭിമാനി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിരിക്കുന്ന വാർത്ത പത്മവിഭൂഷണുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. പത്മകാലം എന്ന തലക്കെട്ടോടുകൂടിയാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ADGP P വിജയന് വിശിഷ്ട സേവാ മെഡൽ എന്ന വാർത്തയും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ മധുസൂദനൻ നായർ, രാജേന്ദ്രൻ പിള്ള എന്ന ഈ രണ്ടു പേർക്ക് കൂടി മറ്റ് മെഡലുകളുള്ള കാര്യം കൂടി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഏകീകൃത പെൻഷനെ സംബന്ധിച്ച വാർത്തയാണ്. കേന്ദ്ര വിജ്ഞാപനമായി എന്ന ഒരു സ്ട്രിപ്പ് കൂടി വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതിയുടെ ഔദ്യോഗിക വിജ്ഞാപനം ധനമന്ത്രാലയം പുറത്തിറക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, ചിരിയോരം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് VD സതീശനും K സുധാകരനും KC വേണുഗോപാലും PK കുഞ്ഞാലിക്കുട്ടിയും എല്ലാവരും ചിരിച്ച് നർമ്മം പങ്കിട്ട് നിൽക്കുന്ന ചിത്രം മാതൃഭൂമിയും പങ്കുവച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഷാഫി അന്തരിച്ചു. സംവിധായകൻ ഷാഫി അന്തരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അടുത്തത് മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ രണ്ട് ഫ്രണ്ട് പേജുകളാണുള്ളത്. ഒന്ന്, പത്മവിഭൂഷിതം MT എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മഭൂഷണുമായി ബന്ധപ്പെട്ട വാർത്തയെല്ലാം തന്നെ നൽകിയിട്ടുള്ളത്. എല്ലാവരുടെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ജനഹൃദയത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പബ്ലിക്കാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വാർത്ത മലയാള മനോരമ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ ഷാഫി അന്തരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റൊന്ന്, സമരമുഖത്ത് എല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എല്ലാ കോൺഗ്രസ് നേതാക്കളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഏകീകൃത പെൻഷൻ പദ്ധതി കേന്ദ്ര വിജ്ഞാപനം ഇറക്കി എന്ന വാർത്തയും മലയാള മനോരമയും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. പുതിയ പെൻഷൻ ഏപ്രിൽ മുതൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് മലയാള മനോരമ ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, G വിജയൻകുട്ടിക്ക് മരണാനന്തരം ശൗര്യചക്ര എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കാശ്മീരിൽ മരണമടഞ്ഞ ഗ്രേറ്റ് ജവാൻ എയർ മാർഷൽമാരായ B മണികണ്ഠനും സാജു ബാലകൃഷ്ണനും പരമവിശിഷ്ട സേവാ മെഡൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്തയിൽ രണ്ട് ബുള്ളറ്റിനും നൽകിയിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന് കൊച്ചിയിൽ തുടക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ 1.18% മാത്രമുള്ള കേരളം ഒട്ടേറെ വികസന സൂചികകളിൽ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിക്ഷേപത്തിനും കൃത്യസമയമാണിതെന്നും മന്ത്രി P രാജീവുമായി പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിനെ സംബന്ധിച്ച വാർത്ത മലയാള മനോരമ നൽകിയിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.